ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പരിസ്ഥിതിയെക്കുറിച്ചാണ്. അതായത് ഹൈറ്റ് മാക്സ് ലൈറ്റ് അതിനെക്കുറിച്ച്. അത് കൊല്ലം ജില്ലയിലെ ചിതറ പഞ്ചായത്ത് ചിതറ എന്ന ജംഗ്ഷനിൽ കടയ്ക്കലും അതുപോലെ മടത്തറയ്ക്കുമിടയിൽ അതിൻ്റെ കരളായ ഭാഗത്ത് ഉള്ള ഹൈറ്റ് മാസ്റ്റ് ലൈറ്റ് അത് പ്രവർത്തനരഹിതമാണ്. അതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേർക്ക് ഇതിൻ്റെ പരാതിയുണ്ട്. വികസനം എന്നുള്ള ഒരു പ്രവർത്തനങ്ങൾ ഓരോന്ന് പറഞ്ഞ് ആ വികസനങ്ങളെ മുരടിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങൾ. അതാണ് ഈ കാണുന്നതിൻ്റെ. കാരണം ഇത് ഒരു വർഷമെങ്കിലും ആയിക്കാണും ഈ ലൈറ്റിൻ്റെ പ്രവർത്തനം രഹിതമായ ശേഷം. അങ്ങനെ ഇവിടെയുള്ളവർ അതിനെക്കുറിച്ച് അത് കംപ്ലൈൻറ്റ് ചെയ്തായിരുന്നു. അവർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഫണ്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ അത് പ്രവർത്തനം, പിന്നെ ഇതിന് മുമ്പും കണ്ടൊന്നും ഉണ്ടായിരുന്നു, അതും പ്രവർത്തനരഹിതമാണെന്നാണ് ഇവർ പറയുന്നത്. അതിപ്പം നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ച് അതിൻ്റെ അഭിപ്രായം കേൾക്കാം. അതുപോലെ കൊതുകിൻ്റെ ശല്യങ്ങൾ, പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം ഒഴുകി പോകില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ഈ ചിതറയിൽ തന്നെ, ചിതറ ജംഗ്ഷനിൽ തന്നെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രവർത്തനം. അപ്പോൾ അത് നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. അവർ എന്താണ് പറയുന്നതെന്ന് നമുക്ക് അങ്ങോട്ട് കേൾക്കാം. ശരി. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ചിതറയിൽ ക്ലൈമാക്സ് ലൈറ്റ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഇവിടെയുള്ള ജനങ്ങളോട് തന്നെ ചോദിക്കാം. അപ്പോൾ അവർക്ക് ഇതിനൊക്കെ ഒരു പരാതികളുണ്ട്. ആ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വീഡിയോ നമ്മൾ എടുക്കുന്നത്. അത് അധികാരികളെല്ലാം ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് അവരുടെ ഈ നമ്മുടെ ഈ ഓട്ടോ സ്റ്റാൻഡിലുള്ള അവർക്കുള്ള ഇത് നമുക്ക് ചോദിക്കാം. അവരുടെ വിവരങ്ങൾ മറ്റുള്ളതെല്ലാം നമുക്കറിയാം. ശരിയാക്കും. പിന്നെ ഇത് ചിതറയാണ്, ചിതറ ജംഗ്ഷനാണ് കേട്ടോ. ഇത് ചിതറൻ്റെ കരൾ ഭാഗങ്ങളാണ്. ഈ ചിതറ ജംഗ്ഷനിൽ ഇവിടെ ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ പേരെന്തെന്ന് പറഞ്ഞത് ഹൈമാസ് ലൈറ്റ്. ഇത് കത്തുന്നില്ല. ഇപ്പോൾ ഒരു വർഷമായി ഇത് പ്രവർത്തനരഹിതമായി കിടക്കുമെന്നാണ് ഇവരുടെയൊക്കെ അഭിപ്രായങ്ങൾ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടപ്പെട്ടൊരു നടപടി നമ്മളെ ഈ പഞ്ചായത്തുകാർ സ്വീകരിക്കണം, അതിൻ്റെ അധികാരികൾ സ്വീകരിക്കണം. രാത്രിയായാൽ നല്ല വെട്ടങ്ങളോ അല്ല അതിനെ ബന്ധപ്പെട്ടോ യാതൊന്നും തന്നെ ഇല്ല. നേരത്തെ ഒരു വെട്ടമുണ്ടായിരുന്നു, അപ്പോൾ അതും കത്തുന്നില്ല എന്നൊക്കെയാണ് ഇവരൊക്കെ ഇത്. നമ്മൾ ആട്ടോക്കാരുടെ തന്നെ വയ്ക്കാം. സുഹൃത്തെ, ഇപ്പോൾ എത്ര നാളാവും ഇതിപ്പോൾ ഇങ്ങനെ കത്ത വരുന്നിട്ട്? ഇപ്പോൾ ഒരു വർഷത്തോളമാവും. ഒരു വർഷത്തോളമാവും എന്നാണ് അവർ പറയുന്നത്. അല്ല, അതിൽ ബാക്കി എന്നെ അടിച്ച് പോയിട്ട് ഒരെണ്ണം ഈ ഇടയ്ക്ക് വരെ കത്ത് വരുന്നത്, പിന്നെ ഒരു രക്ഷയില്ല. അത് ആരും തിരിഞ്ഞു നോക്കുന്നില്ല. മെയിൻ ജംഗ്ഷനാണ്. ആരും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പറയുന്നത്. ആദ്യം രണ്ടെണ്ണം പോയായിരുന്നു. പോയി, പിന്നെ ഇപ്പം ഒരു വർഷത്തോളമായി മറ്റതും പോയി. ഇപ്പം അങ്ങനെ കിടക്കുകയാണ്. ഒരു ഇതുമില്ല. ഇവിടെ രാത്രിയായ ഇവിടെ മടത്രയും കടക്കയും ഇടയ്ക്കുള്ള ഒരു ജംഗ്ഷൻ ചിതറ വലിയൊരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷൻ ഇരുട്ടിലാണ് കിടക്കുന്നത്. ഈ കടകളെ വെട്ടം മാത്രമേ ഉള്ളൂ. 10-60 ആട്ടോക്കാരും മറ്റു കടകളും കാര്യങ്ങളും ഉള്ളതാണ്. അവർ പറയുന്നത് 10-60 ആട്ടോക്കാരുള്ള സ്ഥലമാണ്. അതുപോലെ ഇത് ഈ കടയ്ക്കലിനും മടത്തറയ്ക്കും ഇടയിൽ കരൾ ഭാഗമാണ് ഈ ചിതറ എന്ന് പറയുന്നത്. ചിതറ പഞ്ചായത്ത്, ചിതറ മറ്റുള്ളതല്ല, അങ്ങനെ ഉള്ള ഒരു ജംഗ്ഷനാണിത്. ആ ജംഗ്ഷനാണ് നമ്മൾ ഒരുപാട് തവണ പിന്നെ പഞ്ചായത്തിൽ പോയി കാര്യങ്ങൾ പറഞ്ഞ് അവർ പിന്നെ എന്തൊരു ഫണ്ടില്ല കാര്യങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടേക്കാണ്. അപ്പോൾ അവർ ഇതിനെക്കുറിച്ചൊക്കെ ഈ അധികാരികളോടൊക്കെ ബന്ധപ്പെട്ടതിന് ശേഷം ഇപ്പോൾ അവർ പറയുന്നത് ഇത് സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പറയുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇതിൻ്റെ അവസ്ഥ ഇതാണ്. രാത്രി ആയി കഴിഞ്ഞാൽ യാതൊരു വെട്ടമോ മറ്റുള്ള യാതൊന്നുമില്ല. അപ്പോൾ ഇത് കൃത്യമായും നമ്മൾ അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് വേറെ
ഒന്നുമില്ലല്ലോ. നമ്മൾ ഈ നാട്ടിനെക്കുറിച്ച് വേറെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ വേറെ എന്തെങ്കിലും? ഇത് തന്നെയാണ് ഇത്. പിന്നെ ഇവിടുത്തെ ഓടകളെ വിഷയങ്ങള്, നാറ്റം കാര്യങ്ങള്. പിന്നെ അതുപോലെ തന്നെ ഈ വെള്ളം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഭയങ്കര കൊതുക് കാര്യങ്ങള്, ഈ ഓടകൾ നിറഞ്ഞു കിടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ ഈ പഞ്ചായത്തിലുണ്ടാക്കും. ഇങ്ങനെയൊക്കെ ഒരുപാട് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് തന്നെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥകളുണ്ട്. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതൊക്കെ വെള്ളക്കെട്ടുകളും മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ഓടകളൊക്കെ അവസ്ഥകളൊക്കെ ഇതാണ്. അത് വെള്ളം മനുഷ്യർ വന്ന് ഒരു ഓട്ടോയിൽ കയറുവാനോ യാത്രക്കാർക്ക് സഹകരിക്കുവാനോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഈ മേഖലയിൽ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ചിതറയുടെ ഒരു കരൾ ഭാഗമാണ് ഈ കാണിക്കുന്നത്. വെള്ളക്കെട്ടുകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ. അത് ചെറിയൊരു മഴ പെയ്തപ്പോഴത്തേക്ക് ഇവിടെ എല്ലാം വെള്ളക്കെട്ടാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥകൾ. അപ്പോൾ ഇത് വേണ്ടപ്പെട്ട അധികാരികൾ ഇതിൻ്റെ നടപടികൾ സ്വീകരിച്ച് അത് വേണ്ടെന്നുള്ള രീതിയിലാണ്. ശരി എന്നാൽ.